ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം നന്നായി നടക്കണമെങ്കിൽ ആവശ്യത്തിന് വെള്ളം കുടിക്കണം. യാത്ര ചെയ്യുമ്പോഴോ കൂടുതലായിട്ട് ജോലിയൊക്കെ ചെയ്യുന്ന അവസരങ്ങളിലോ ഒക്കെ നമുക്ക് ദാഹം അനുഭവപ്പെടും. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് വെള്ളം കുടിക്കണം. അത് ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് കുറയുമ്പോഴാണ് നമുക്കൊരു ക്ഷീണം തോന്നുന്നത്. അതുവഴി നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് തടസ്സപ്പെടുന്ന അവസ്ഥ വരുന്നുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് നോക്കിയാൽ അറിയാം ആ ക്ഷീണമൊക്കെ മാറുന്നതായിട്ട് തോന്നും. നമ്മുടെ ശരീര പ്രവർത്തനങ്ങളൊക്കെ നന്നായിട്ട് നടക്കുവാനും മറ്റും എഴുന്നേറ്റ ഉടനെ തന്നെ 2 ഗ്ലാസ് ശുദ്ധജലം കുടിക്കുക. ശരീരത്തിലുള്ള വിഷാംശങ്ങളും മാലിന്യങ്ങളും ഒക്കെ പുറത്തേക്ക് പോകാനായിട്ട് ഇത് സഹായിക്കും. അതുകൊണ്ട് രാവിലെ തന്നെ 2 ഗ്ലാസ് വെള്ളം കുടിക്കണം. അമിതവണ്ണമുള്ളവർ ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പ് 1 ഗ്ലാസ് വെള്ളം കുടിക്കാനാണ് പറയുന്നത്. ഇത് വിശപ്പിനെ കുറയ്ക്കാനും അമിതമായി കഴിക്കാനുള്ള ഒരു ടെൻഡൻസി മാറിക്കിട്ടുകയും ചെയ്യും. അത് വളരെ നല്ലൊരു കാര്യമാണ്. വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് വിശപ്പ് തോന്നുന്നത് കുറഞ്ഞിരിക്കും. ഊണിനൊപ്പം വെള്ളം കുടിക്കരുത് എന്നാണ് ആയുർവേദം പറയുന്നത്. അതുപോലെ തന്നെ ഊണ് കഴിഞ്ഞ ഉടനെയും കഴിക്കരുത്. അമിതമായ എരിവുള്ള ഭക്ഷണങ്ങൾ ഉപേക്ഷിച്ചാൽ തന്നെ നമുക്ക് കൂടുതൽ വെള്ളം കുടിക്കാനുള്ള ടെൻഡൻസി ഒന്ന് കുറഞ്ഞു കിട്ടും. അതും ഊണിനോടൊപ്പം കുടിക്കാനുള്ള ടെൻഡൻസി നമുക്ക് മാറിക്കിട്ടും. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് ദാഹം തോന്നുന്നുണ്ടെങ്കിൽ വെള്ളത്തിന് പകരം നമുക്ക് തൈര്, അതുപോലെ തന്നെ മോരും വെള്ളം അങ്ങനെയൊക്കെ നമുക്ക് കഴിക്കാം. പനിയോ മറ്റു രോഗങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ അവസരത്തിൽ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക. ഇത് രോഗം പെട്ടെന്ന് മാറാൻ സഹായിക്കും. സാധാരണ പനിയോ മറ്റോ തുടങ്ങുക തൊണ്ടയിലൊരു അസ്വസ്ഥതയോടെ ആയിരിക്കും, ശരിയല്ലേ? അപ്പം നമുക്ക് തോന്നാറുണ്ട് പനി വരാൻ പോകുന്ന ഒരു ഇതാണെന്ന്, അല്ലേ? ആ ടൈമിൽ ഇളം ചൂടുള്ള വെള്ളം അരമണിക്കൂർ ഇടവിട്ട് കുറച്ച് വീതം കുടിച്ച് നോക്കിയാൽ പനി വരികയില്ല. ഈ രോഗാണുക്കൾ വെള്ളത്തോടൊപ്പം ആമാശയത്തിലേക്ക് പോകും നമ്മൾ ഈ ചൂടുവെള്ളം കുടിക്കുമ്പോൾ. വെള്ളം എപ്പോഴും തിളപ്പിച്ചാറ്റിയത് വേണം ഉപയോഗിക്കാനായിട്ട്. നമുക്ക് വാങ്ങാൻ കിട്ടുന്ന വെള്ളവും അതുപോലെ തന്നെ ബോട്ടിലിൽ കിട്ടുന്ന വെള്ളവും അതുപോലെ തന്നെ വാട്ടർ പ്യൂരിഫയറിലൂടെ കിട്ടുന്ന വെള്ളത്തേക്കാളും ശുദ്ധമാണ് നമ്മുടെ വീട്ടിൽ തന്നെ തിളപ്പിച്ചെടുക്കുന്ന ശുദ്ധമായ വെള്ളം. അതുകൊണ്ട് യാത്രയൊക്കെ പോകുമ്പോൾ കഴിവതും നമ്മുടെ വീട്ടിൽ തന്നെ തിളപ്പിച്ച് വെള്ളം കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അതുപോലെ മരുന്നൊക്കെ കഴിക്കുന്നവർ, ആൻറ്റിബയോട്ടിക്സ് കഴിക്കുന്നവർ കൂടുതലായിട്ട് വെള്ളം കുടിക്കണം. അതുപോലെ തന്നെ തുളസിയില ഇട്ട് തിളപ്പിച്ച വെള്ളം, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ കുടിക്കുക, തിളപ്പിച്ച് കുടിക്കുക. അല്ലെങ്കിൽ 2 തുളസിയില ചവച്ചിറക്കി അതിൻ്റെ നീര് കുടിച്ച ശേഷം വെള്ളം കുടിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അറിവുകൾ പകരുന്ന ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാനായിട്ട് ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ഒരു അറിവുമായി ഉടൻ കാണാം. നന്ദി, നമസ്കാരം.